ഹായ് ഹലോ. അപ്പം നമ്മള് മോളെ പിറന്നാളായിട്ട് അതിന് പോവാണ്. മോളെന്ന് പറഞ്ഞാല് അനിയന്റെ മോള്. അപ്പൊ 7ാമത്തെ പിറന്നാളാണ് അതിന്റെ. കുറെ വൈകിയാണ് പാവണ്ടായത് കേട്ടോ. കുറച്ച് അപ്പം ചെറിയ കുട്ടി തന്നെയാണത്. അപ്പം അത് എൻ്റെ 7ാമത്തെ പിറന്നാള്, 7ാമത്തെ വയസ്സ്. അപ്പം അത് നല്ല രീതിയിൽ ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് ഒരു ഹോട്ടൽ അത് ബുക്ക് ചെയ്തത് കാരപ്പറമ്പ് മറ്റെന്താ ക്ലോക്ക് ടവറോ അങ്ങനെ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് പരിപാടി. അപ്പോൾ നമ്മള് ഇത് ഇപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവന് കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ അങ്ങനെ ഉണ്ടാവാറില്ല. അവന് ഷിപ്പിലാണല്ലോ. അപ്പം പിന്നെ മോളെ പിറന്നാൾ കഴിഞ്ഞാലാണ് അധികവും ഉണ്ടാകാറ്. അപ്പം പിന്നെ അവനും ഉണ്ടായപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച് അവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഹോട്ടൽ വെച്ചിട്ട് നമ്മൾ അവൻ്റെ മോളെ പിറന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ആരുമില്ല, ഞങ്ങളെയും വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും, മാമിമാരൊക്കെ. പിന്നെ മറ്റേ വീട്ടിലുള്ള ഏട്ടനും വൈഫും അവിടുത്തെ പിന്നെ അമ്മയും എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അനിയത്തി, പിന്നെ കുട്ടികളും, പിന്നെ എൻ്റെ മോനും ഭാര്യയൊക്കെ അതും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഒരു പരിപാടി 6 മണിക്കാണ്. അപ്പം പിന്നെ നമ്മളൊരു 5:30 എല്ലാം കൊണ്ട് അവിടെ എത്തിച്ചേർന്നു. അപ്പം അതാ ഡെക്കറേഷൻ എല്ലാം അത് നാത്തൂന് ഇനീൻ്റെ ഭാര്യ അവള് നേരത്തെ വന്ന് ഫ്രണ്ട്സുകളായിട്ട് വന്നുകൊണ്ട് ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ക്യാഷും കൂടി കൊടുക്കണം. ഇതിപ്പോൾ ഒരാൾക്ക് ഇത്ര ഫുഡിന് 650 അങ്ങനെ എന്തൊക്കെ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഭക്ഷണമെല്ലാം അത്യാവശ്യം ഉണ്ട്, എന്നാലും റേറ്റ് ഒരു അധികം മാതിരി. അപ്പോൾ ഡെക്കറേഷൻ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് നാത്തൂന് അവൾ തന്നെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളത് ചേരുമ്പോഴത്തേക്ക് അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഇങ്ങോട്ട് കയറി അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ആൾക്കാർ എത്താൻ പിന്നെ കുറച്ച് ടൈം വൈകി. അപ്പോൾ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മളെ കേക്ക് വാങ്ങിയത് മെൽറ്റ് ആയതാണോ അല്ലെങ്കിൽ വെച്ചിട്ട് എന്താ ചെരിഞ്ഞതാണോ എന്താണെന്നറിയില്ല, ചെറിയൊരു ചരിവ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കേക്കിന്. കേക്ക് നല്ല അടിപൊളി, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് അവൻ്റെ എല്ലാം ഡ്രസ്സിൻ്റെ എല്ലാം മാച്ച് ചെയ്തിട്ട് തന്നെ കുറച്ച് അങ്ങനെ കളർ കോമ്പിനേഷൻ ചെറുതായിട്ട് അതുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിന്. പിന്നെ വേഗം കേക്ക് മുറി നടത്തി. പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് അത് മറ്റേ കുറച്ച് കുറേ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഇതും എല്ലാം എടുത്ത്. പിന്നെ അവയ്ക്ക് മറ്റേ ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ് എല്ലാവരും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞ് ഇപ്പം മാമി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, മാമനും എല്ലാം ഓരോ ഗിഫ്റ്റ് വീതം എനിക്ക് കൊണ്ടുതരണം, വേറെ വേറെ തന്നെ. അതേമാതിരി എൻ്റെ മോനോടും മോൻ്റെ ഭാര്യനോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഏട്ടനും എല്ലാം ഗിഫ്റ്റ് എനിക്ക് വേറെ വേറെ വാങ്ങിത്തരണം. നമ്മളിപ്പോ ഫാമിലി ആകുമ്പോൾ ഒരു ഗിഫ്റ്റ് അല്ലേ കൊണ്ടുപോകാറ്. പക്ഷെ കുഞ്ഞിന് അതല്ല, കുഞ്ഞിന് തല എണ്ണീട്ട് ഗിഫ്റ്റ് വേണം എന്നപ്പോ നമുക്ക് ഭയങ്കര ഇതായിപ്പോയി. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇങ്ങനെ കുറേ പെട്ടിയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതെല്ലാം ഇങ്ങനെ കാണുമ്പോഴും എടുക്കുമ്പോഴും അതിന്റെ കുഞ്ഞു മനസ്സുള്ള സന്തോഷമായിരിക്കാം. നമുക്ക് ഞങ്ങളെ ഈ പുളിക്കൽ ഫാമിലിയില് ഏറ്റവും ഇളയ സന്തതി എന്നറിയില്ലേ, ആ ഒരു ഇതാണ് ട്ടോ കുട്ടി. നമ്മളെ അതിലെ ഏറ്റവും അവസാനത്തെ ഒരു സന്തതി കുട്ടിയാണത്. അപ്പോ എല്ലാരും ആ സ്നേഹവും ഇതും എല്ലാം കുഞ്ഞിന് കൊടുക്കാറുണ്ട്. അപ്പൊ ആരംഭം എന്ന് പറഞ്ഞാല് ഒരുപാടായിപ്പോയി. നമ്മള് എല്ലാരും കൊടുത്തപ്പം പിന്നെ കുട്ടിക്ക് ആരംഭം കൂടിന്ന് പറയും. അങ്ങനെ തന്നെ നമ്മളെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് ഭയങ്കര ആഘോഷം ചടങ്ങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ദാ എൻ്റെ നാത്തൂൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ, അവര് ഡെക്കറേഷൻ ചെയ്യാൻ കൊണ്ട് വന്നിട്ടുണ്ട്, അവരും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാത്തൂൻ്റെ അമ്മയും അച്ഛനും അതും ഉണ്ടായിട്ടുണ്ട് നമ്മളെ കൂടെ. അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഗംഭീരത. ഗിഫ്റ്റ് എല്ലാരും കൊടുക്കുന്നാണ് കുഞ്ഞിന്റെ സന്തോഷം കണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം ഈ പിറന്നാളിന് ഗിഫ്റ്റ് നമ്മളെല്ലാരും കൂടെ ഞങ്ങളെ ഫാമിലി ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോ അതിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അന്നേരം പറയാണ്, മാമി എല്ലാരും കൂടെ വന്നിട്ട് ഒരു ഗിഫ്റ്റ് അല്ലേ എനിക്ക് തന്നത്. അപ്പൊ ദാ ഈ പ്രാവശ്യം കൊറേ ഗിഫ്റ്റ് അതിന് എല്ലാരും കൊടുത്തപ്പോഴേ അതിന് നല്ല സന്തോഷായി. ഞാൻ കുറഞ്ഞ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ആൾക്കാർ ഒരുവിധം കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റ്. പിന്നെ അടുത്തത് കേക്ക് കട്ട് ചെയ്തത് എല്ലാവർക്കും അങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചു. എല്ലാവരും കേക്ക് കഴിക്കുന്നതാണ്. പിന്നെ ഭക്ഷണത്തിന് മുമ്പ് നമ്മള് സൂപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ വേണ്ടവരൊക്കെ സൂപ്പ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഫുഡ് കഴിക്കാൻ നിന്നത്. ഫുഡും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ചൂടുള്ള സൂപ്പാണ്. അതെല്ലാവരും വാങ്ങി കുടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി. നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ മാതിരി അവനങ്ങനെ നാട്ടില് പൊതുവെ ഒരു കാര്യത്തിന് ഇപ്പൊ നമ്മള് ആരെ കാര്യത്തിനായാലും അവനങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ നമുക്കും ഒരു സങ്കടമാണ് എപ്പോഴും വെച്ചാല് നമ്മളെന്തെങ്കിലും ഒരു പരിപാടി എടുത്ത് വെക്കുമ്പോ ആ ഡേറ്റിന് വരുമോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാല് അവരെ ഷിപ്പാരെ ഇതല്ലേ, അവര് ആ ഡേറ്റിന് ചിലപ്പോ അത് കഴിഞ്ഞാലല്ലായിരിക്കും എത്തല്. അപ്പൊ അധികം പരിപാടിക്ക് ആളുണ്ടാവില്ല. ഇപ്പൊ അവന്റെ കുട്ടികളെ കാര്യത്തിനായാലും ഇപ്പൊ പിറന്നാള് കാര്യങ്ങളെല്ലാം വരുമ്പോഴും ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇത് പ്രാവശ്യം പിന്നെ എന്തോ ഭാഗ്യത്തിന് മോളെ ഒരു പിറന്നാളിന് ഉണ്ടായ ആള്. അപ്പൊ നമ്മള് അത്രയും നല്ലൊരു ഇതില് നമുക്ക് കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ട് തന്നെ ഒരു നല്ല രീതിയിൽ കഴിക്കാന്നുള്ള ഇതുണ്ടായിട്ടുണ്ട്. എന്താ എന്റെ മോന്റെ വാവയാണത്. അത് ഐസ്ക്രീം കൊണ്ട് പല്ലേക്ക് എന്തോ ചെയ്യുന്നുണ്ട്. എന്തോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതിന് ഒരു ഫുഡും പോകൂലട്ടോ. എവിടെയെങ്കിലും നമ്മള് പരിപാടിക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാല് എന്തോ ഭക്ഷണം ഒന്നും വേണ്ട കുട്ടിക്ക്. കുട്ടി എല്ലാം കൂടെ സ്കെൽട്ടന്റെ മാതിരി ഉണ്ട്. മറ്റേ അത് നല്ല ഉഷാറുണ്ടായിരുന്നു പ്രസവിച്ചപ്പോഴൊക്കെ. പിന്നെ അത് ഇങ്ങനെ മെലിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞാല് ഉഷാറുണ്ടാവുമായിരിക്കും. അപ്പൊ പിന്നെ ഇതാ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന തിരക്കാണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ മോള് പൊട്ടിക്കുന്ന കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അതിന്റെ സന്തോഷം കാണുമ്പോ തന്നെ നമുക്ക് തന്നെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.